സങ്കൽപ്പിക്കാനാകാത്ത രൂപങ്ങളിൽ ജീവൻ നിറഞ്ഞിരുന്ന പുരാതന വനങ്ങളുടെ ഹൃദയത്തിൽ ഒരു നിശബ്ദ സാക്ഷി ക്ഷണികമായ നിമിഷങ്ങളെ പകർത്തി അവയെ നിത്യതയ്ക്കായി സംരക്ഷിച്ചു. ഈ പറഞ്ഞത് വെറും ഫോസിലുകളെ കുറിച്ചല്ല, മറിച്ച് കോടിക്കണക്കിന് വർഷങ്ങളായി കാലത്തിനെ തന്നെ നിശ്ചലമാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പ്രകൃതിയുടെ അത്ഭുതമായ ആംബറിനെ കുറിച്ചാണ്. ചരിത്രാതീത കാലത്തിലെ മരങ്ങളിൽ നിന്നുമുള്ള ഈ സ്വർണ്ണ കണ്ണുനീരുകളിൽ മൺമറഞ്ഞു പോയ ലോകത്തിലെ പല രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ സ്വർണ്ണ കലവറകൾ തുറക്കുമ്പോൾ ആ രഹസ്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭൂമിയുടെ ചരിത്രത്തിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് കരുതിയിരുന്ന കാര്യങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ അത്ഭുതാവഹമായ ജീവികളാണ് പലപ്പോഴും ഈ സ്വർണ്ണ കലവറകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. അങ്ങനെ ആംബറിനുള്ളിൽ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിചിത്രമായ ജീവികൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. മരങ്ങൾ ഡിഫൻസ് മെക്കാനിസമായിട്ട് പുറത്തുവിടുന്ന പശ പോലത്തെ ഒരുതരം പദാർത്ഥമാണ് റെസിൻ. ഇത് എല്ലാ മരങ്ങൾക്കും ഉണ്ടായിരിക്കില്ല. പ്രധാനമായും കോണിഫേഴ്സ് മരങ്ങളിലാണ് കാണപ്പെടുന്നത്. ഈ മരങ്ങളുടെ തോലിന് ഏതെങ്കിലും വിധത്തിൽ ക്ഷതം പറ്റിയാൽ ഉടനെ ഇവ ആ ഭാഗത്തിലേക്ക് റെസിൻ പുറത്തുവിടും. പിന്നെ ക്ഷതം പറ്റിയ ഭാഗം മുഴുവൻ റെസിൻ കൊണ്ട് മൂടപ്പെടും. കട്ടി കൂടിയ പശ പോലെയാണ് ഈ പദാർത്ഥം. അതിനാൽ ഇതിൽ വന്നിരിക്കുന്ന പ്രാണികളെല്ലാം മിക്കവാറും രക്ഷപ്പെടാൻ കഴിയാതെ പശയിൽ കുടുങ്ങി മരിച്ചുപോകും. അതിനു പുറമെ ഈ പദാർത്ഥം വളരെ ടോക്സിക് ആണ്. അതിനാൽ പ്രാണികളും ഹെർബിവോർ മൃഗങ്ങളും ഒന്നും ക്ഷതത്തിനെ കൂടുതൽ ചൂഷണം ചെയ്ത് രൂക്ഷമാക്കാതിരിക്കാൻ ഈ റെസിൻ വളരെ ഉപയോഗപ്രദമാണ്. അതിനു പുറമെ ഈ പദാർത്ഥത്തിൽ ആന്റി ബാക്ടീരിയൽ കെമിക്കൽസും ആന്റി ഫംഗൽ കെമിക്കൽസും ഉണ്ടായിരിക്കും. ഈ കെമിക്കൽസ് രോഗാണുക്കൾ ക്ഷതത്തിൽ ഇൻഫെക്ഷൻ വരുത്താതിരിക്കാൻ സഹായിക്കും. അങ്ങനെ ആകെ മൊത്തത്തിൽ മരത്തിന്റെ ബാൻഡേജ് പോലെ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ് റെസിൻ. ഇത് പുറത്തു വന്ന ഉടൻ തന്നെ പതിയെ പതിയെ കല്ല് പോലെ കഠിനമാകാൻ തുടങ്ങും. ഏതാനും ചില മണിക്കൂറുകൾ മുതൽ ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് കഠിനമാകും. പക്ഷേ ശരിക്കും ആംബർ എന്ന് പറയുന്നത് ഇതല്ല. ഇങ്ങനെ കഠിനമാകുന്ന റെസിനെ സോളിഡിഫൈഡ് റെസിൻ എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ കുറച്ചു കാലങ്ങൾക്കുള്ളിൽ തന്നെ സോളിഡിഫൈഡ് റെസിൻ പൂർണ്ണമായും പൊടിഞ്ഞ് നശിച്ചു പോകും. എന്നാൽ അപൂർവമായ ചില സാഹചര്യങ്ങളിൽ ഇവ ഭൂമിക്കടിയിലെത്തും. ഭൂമിക്കടിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവ പെട്ടെന്ന് നശിക്കില്ല. ശേഷം 10,000 വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂമിക്കടിയിലായ ഈ സോളിഡിഫൈഡ് റെസിൻ കോപ്പൽ എന്നൊരു വസ്തുവായി രൂപാന്തരപ്പെടും. ജ്വല്ലറിക്ക് വേണ്ടി കോപ്പലിനെ ഉപയോഗിക്കാറുണ്ട്. എന്തായാലും കാലക്രമേണ കോപ്പൽ ഭൂമിയുടെ ഒരുപാട് ആഴത്തിൽ പോവുകയും വീണ്ടും പല ദശലക്ഷം വർഷങ്ങൾ അവിടെ തന്നെ കിടക്കുകയും ചെയ്താൽ അവിടുത്തെ കഠിനമായ സമ്മർദ്ദവും ചൂടും കാരണം കോപ്പൽ ഫോസിലൈസ്ഡ് റെസിൻ എന്ന മറ്റൊരു വസ്തുവായി രൂപാന്തരപ്പെടും. ഈ ഫോസിലൈസ്ഡ് റെസിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആംബർ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ റെസിൻ നല്ല പശ പോലത്തെ പദാർത്ഥമായതുകൊണ്ട് പലപ്പോഴും റെസിന്റെ ഉള്ളിൽ പല വിധത്തിലുമുള്ള ജീവികളും അല്ലെങ്കിൽ ജീവികളുടെ ഭാഗങ്ങളും കുടുങ്ങിപ്പോകാറുണ്ട്. റെസിൻ കട്ട പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ളിൽ ബാക്ടീരിയകൾക്കും ഫംഗസിനും അങ്ങനെ ഒന്നിനും കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ജീവികളുടെയൊക്കെ മമ്മിഫൈഡ് ശരീരം ദശലക്ഷം വർഷങ്ങൾ കഴിഞ്ഞാലും ആംബറിനുള്ളിൽ സുരക്ഷിതമായിട്ടിരിക്കും. അങ്ങനെയാണ് നമുക്ക് ആംബറിനുള്ളിൽ നിന്നും പുരാതന കാലത്തിലെ ജീവികളുടെ ഫോസിൽസ് കിട്ടിയിട്ടുള്ളത്. ദിനോസറുകളുടെ കാലത്തിലുള്ള ഫോസിൽസ് പോലും ഇങ്ങനെ ആംബറിനുള്ളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ജുറാസിക് പാർക്ക് സിനിമയിൽ കണ്ടതുപോലെ ഈ ഫോസിൽസിനുള്ളിൽ ഡൈനോസേഴ്സിന്റെ DNA ഉണ്ടായിരിക്കില്ല. കാരണം DNA പരമാവധി ഏതാനും ചില ദശലക്ഷം വർഷങ്ങളോളം വരെ മാത്രമേ ആയുസുള്ളൂ. അതിനുള്ളിൽ DNA പൂർണ്ണമായും നശിച്ചു പോകും. ദിനോസറുകളുടെ കാലത്തുള്ള ആംബർ എന്ന് പറയുമ്പോൾ അത് കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അത്രയും കാലം വരെ എങ്ങനെ നോക്കിയാലും DNA സർവൈവ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ആംബറിനുള്ളിൽ എന്തെങ്കിലും ഫോസിൽസ് ഉണ്ടായിരിക്കുക എന്നത് വളരെ വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാലും നിലവിൽ ആംബർ ഫോസിൽസിൽ നിന്നും 10,000 ജീവിവർഗങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കാലപ്പഴക്കം ചെന്ന ആംബറിന് ഏതാണ്ട് 32 കോടി വർഷങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഒരു ജീവിയുടെയും ഫോസിലൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഈ ആംബറിന്റെ കണ്ടെത്തൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. എന്തെന്നാൽ റെസിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന തരം മരങ്ങളും ചെടികളും ആദ്യമായി ഭൂമിയിൽ ഉണ്ടായത് ഏതാണ്ട് 12 കോടി വർഷങ്ങൾക്ക് മുൻപാണെന്നായിരുന്നു പണ്ട് ശാസ്ത്രലോകം കരുതിയിരുന്നത്. എന്നാൽ അത് തെറ്റാണെന്ന് ഈ ആംബർ നമുക്ക് മനസ്സിലാക്കി തന്നു. പക്ഷെ ഇതിനെ കൗതുകകരമാക്കുന്നത് എന്താണെന്നാൽ ഈ ആംബറിന് ഇന്നത്തെ ചെടികളുടെ റെസിനുമായിട്ട് വളരെയധികം സാമ്യതയുണ്ട്. ഇന്ന് കാണുന്ന റെസിൻ ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളെല്ലാം ഏതാണ്ട് 12 കോടി വർഷങ്ങൾക്ക് മുൻപാണ് രൂപം കൊണ്ടത്. അപ്പോൾ 12 കോടി വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ട ചെടികൾക്ക് 32 കോടി വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ചെടികളുമായി സാമ്യതയുണ്ടെന്ന് പറയുമ്പോൾ അത് കൺവെർജന്റ് എവല്യൂഷന്റെ വളരെ വലിയൊരു ഉദാഹരണമാണ്.
എന്തായാലും ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ആംബർ ഫോസിലിന്, അതായത് ഉള്ളിൽ ശരിക്കും ഒരു ജീവിയുടെ ഫോസിൽ ഉണ്ടായിരുന്ന ആംബറിന് ഏകദേശം 23 കോടി വർഷങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു. ദിനോസറുകൾ ആദ്യമായി പരിണമിക്കാൻ തുടങ്ങിയതും ആ കാലഘട്ടത്തിലാണ്. പക്ഷെ ഈ ആംബറിൽ കുടുങ്ങിയത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭീകരജീവിയൊന്നുമല്ല, മറിച്ച് മൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ പ്രാണിയാണ്. പ്രാണി എന്ന് പറഞ്ഞെങ്കിലും ഇത് ശരിക്കും അരാക്നിഡ് വർഗമാണ്, അല്ലാതെ യഥാർത്ഥ പ്രാണി വർഗമല്ല. വെറും 0.2 മില്ലിമീറ്റർ വലിപ്പമേ ഇതിനുള്ളൂ. ഇത്രയും ചെറിയ ജീവി ആയിരുന്നിട്ടും ഇതിന്റെ ശരീരഘടനയുടെ സകല ഡീറ്റെയിൽസും ആംബറിനുള്ളിൽ വ്യക്തമായിട്ട് തന്നെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കുഞ്ഞൻ കാലുകളും രോമങ്ങളും പോലും കാണാൻ കഴിയും. ഇത് തന്നെയാണ് ആംബർ ഫോസിലിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. സാധാരണ ഫോസിൽസ് ഒന്നും തന്നെ പൊതുവെ പൂർണ്ണമായിരിക്കില്ല. പൂർണ്ണമായ ഫോസിൽസ് കിട്ടിയാൽ തന്നെ അവയുടെ ശരിക്കുമുള്ള രൂപം കൃത്യമായും എങ്ങനെയായിരുന്നുവെന്ന് നമുക്കറിയാനും സാധിക്കില്ല. പക്ഷേ ആംബർ ഫോസിൽസ് സകല ഡീറ്റെയിൽസും സൂക്ഷിച്ചു വെക്കും. അത് മാത്രമല്ല, സാധാരണ ഫോസിൽസിൽ ജീവിയുടെ സോഫ്റ്റ് ടിഷ്യൂസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ആകെ അസ്ഥികൂടം മാത്രമേ ഉണ്ടായിരിക്കൂ. ഇങ്ങനെ പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ പലപ്പോഴും അസ്ഥികൂടം പോലും ഉണ്ടായിരിക്കില്ല. പകരം അതിന്റെ ഒരു പ്രിന്റ് മാത്രമേ കാണൂ. അതുകൊണ്ട് തന്നെ സാധാരണ ഫോസിൽസിൽ നിന്നും ആ ജീവികളെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ ആംബർ ഫോസിൽസ് വ്യത്യസ്തമാണ്. ആംബറിന് എത്ര സോഫ്റ്റ് ടിഷ്യൂ ആയിരുന്നാലും ഒരു കേടുപാടും പറ്റാതെ കാലാകാലങ്ങളോളം സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അതിനു പുറമെ സാധാരണ ഫോസിൽസ് എന്നത് പലപ്പോഴും വെറും 2D പ്രിന്റ് മാത്രമായിരിക്കും. എന്നാൽ ആംബറിനുള്ളിലെ ഫോസിൽ 3Dയിലായിരിക്കും ഇരിക്കുന്നത്. ഈ കാരണങ്ങൾ കൊണ്ട് ആംബർ ഫോസിൽസിൽ നിന്നും ആ ജീവിയെക്കുറിച്ചുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ ആംബറിൽ കണ്ടത് ഗാൽമൈറ്റ്സ് എന്നൊരു തരം മൈറ്റ് ആണ്. ഇന്നത്തെ ഗാൽമൈറ്റ്സിന്റെ പ്രധാന ആഹാരം എന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. പക്ഷേ 23 കോടി വർഷങ്ങൾക്ക് മുന്നേ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ അന്നത്തെ ഗാൽമൈറ്റ്സ് മിക്കവാറും കോണിഫേഴ്സ് ചെടികളെ ആയിരിക്കും ആഹാരമാക്കിയിരുന്നത്. ദിനോസറുകൾ എന്ന് കേൾക്കുമ്പോൾ കട്ടിയുള്ള പുറംതോടും സ്കിന്നിന് മുകളിൽ നിറയെ സ്കെയിലുകളുമുള്ള ജീവികളെയാണ് പെട്ടെന്ന് നമ്മൾ ഓർക്കുന്നത്. കാരണം സിനിമകളിലൊക്കെ അങ്ങനെയാണ് പൊതുവെ ഡൈനോസേഴ്സിനെ ചിത്രീകരിച്ചിട്ടുള്ളത്. അത്തരം ഡൈനോസേഴ്സ് ധാരാളം ഉണ്ടായിരുന്നെങ്കിലും അവയ്ക്കൊപ്പം പക്ഷികളെ പോലെ തൂവലുള്ള ദിനോസറുകളും ഉണ്ടായിരുന്നു. ഫോസിൽസിലെ തൂവൽ പോലത്തെ അടയാളങ്ങളിൽ നിന്നും പാലിയോളജിസ്റ്റുകൾക്ക് പണ്ടേ തന്നെ ഈ കാര്യം അറിയാമായിരുന്നു. അതുപോലെ പരിണാമപരമായിട്ട് നോക്കുമ്പോഴും ചില ദിനോസറുകൾക്ക് തൂവൽ ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ നിഗമനം ശരിയാണെന്ന് കൃത്യമായും ഉറപ്പിച്ചു പറയാനുള്ള തെളിവുകളൊന്നും തന്നെ പണ്ടുണ്ടായിരുന്നില്ല. എന്നാൽ 2016 ഒരു ചൈനീസ് പാലിയോളജിസ്റ്റിന് തികച്ചും ആകസ്മികമായിട്ടൊരു ആംബർ കിട്ടി. അതിന് ഏതാണ്ട് 10 കോടി വർഷങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു. അതിനുള്ളിലുണ്ടായിരുന്നത് ഒരു വാലാണ്. ഈ വാല് നിറയെ തൂവലുകൾ കൊണ്ട് നിറഞ്ഞതാണ്. അതിനാൽ ഇത് ഏതോ ഒരു പക്ഷിയുടെ വാലായിരിക്കുമെന്നാണ് ആദ്യം ശാസ്ത്രജ്ഞരൊക്കെ കരുതിയത്. പക്ഷേ പ്രശ്നം എന്താണെന്നാൽ ഈ തൂവലുകളുടെ ഘടന വെച്ച് നോക്കുമ്പോൾ ഈ തൂവലുകൾ പറക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതല്ല. പകരം വെറുതെ പ്രദർശനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കേമഫ്ലേജിന് വേണ്ടിയിട്ടോ ആയിരിക്കും ഉപയോഗിച്ചിരുന്നത്. ശേഷം മൈക്രോ CT സ്കാനിംഗ് ഉപയോഗിച്ച് ശാസ്ത്രജ്ഞരെ ഈ വാലിനെ സമഗ്രമായിട്ട് പരിശോധിച്ച് നോക്കി. തൂവലിന്റെ ഉള്ളിലുള്ള എല്ലുകളുടെ ഘടനകൾ വരെ അതിലൂടെ അവർക്ക് കാണാൻ പറ്റി. ആ എല്ലുകളെ മറ്റ് ജീവികളുമായി താരതമ്യം ചെയ്ത് നോക്കിയപ്പോഴാണ് അവർക്കൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലായത്. എന്താണെന്നാൽ ഇത് ശരിക്കും ഒരു ചെറിയ തെറോപോഡ് ദിനോസറിന്റെ കുഞ്ഞിന്റെ വാലാണ്. അപ്പോൾ പണ്ടത്തെ നിഗമനം പോലെ ശരിക്കും തൂവലുള്ള ദിനോസറുകളും ഉണ്ടായിരുന്നുവെന്ന് 100% ഉറപ്പായത് ഈ ആംബർ ഫോസിൽ കാരണമാണ്. ഇതിനുശേഷവും തൂവലുള്ള ദിനോസറുകളുടെ വേറെയും ആംബർ ഫോസിൽസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊരു ഫോസിലിൽ ഒരുതരം പെയിൻ വർഗത്തിന്റെ ഫോസിലും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുരാതന കാലം മുതൽ പെയിൻ വലിയൊരു പ്രശ്നമായിരുന്നു. 2021 10 കോടി വർഷം പഴക്കമുള്ള ഒരു ആംബർ കെട്ടി. അതിനകത്ത് വണ്ട് പോലത്തെ ഒരു പ്രാണിവർഗമുണ്ടായിരുന്നു. ഇത് ബയോലിമിനസന്റ് ആയ ഒരു പ്രാണിയാണ്. എന്നുവെച്ചാൽ ഇവയ്ക്ക് മിന്നാമിനുങ്ങുകളെ പോലെ സ്വന്തമായി പ്രകാശം പുറത്തുവിടാൻ കഴിയും. ഇണകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പിന്നെ ഡിഫൻസ് മെക്കാനിസവുമായിട്ടാണ് ഈ പ്രാണികൾ പ്രകാശം പുറത്തുവിടുന്നത്. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പുരാതനമായ ബയോലിമിനസന്റ് ആയ പ്രാണി ശരിക്കും ഇത് തന്നെയാണ്. പ്രകൃതിയുടെ മനോഹാരിത ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് ബയോലുമിനസൻസ്. പക്ഷേ ആംബറിന് മനോഹാരിതയ്ക്ക് പുറമെ യുദ്ധങ്ങളും ഓർമ്മിച്ചു വെക്കാൻ സാധിക്കും. 2012 കണ്ടെത്തിയ 11 കോടി വർഷങ്ങൾ പഴക്കമുള്ള ഒരു ആംബറിൽ ഒരു ചിലന്തി ഒരു കടന്നലിനെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നത് കാണാം. കടന്നലാണെങ്കിൽ രക്ഷപ്പെടാൻ കഴിയാതെ വലയിൽ കുടുങ്ങിക്കിടക്കുന്നു. ചിലന്തികൾ വേട്ടയാടുന്ന രീതി അന്നും ഇന്നും ഒരേപോലെ ആയിരുന്നുവെന്നാണ് ഈ ആംബർ ഫോസിലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ കടന്നൽ വർഗം യഥാർത്ഥത്തിൽ പാരസിറ്റിക് ആണ്.
അതായത് ഇവ ചിലന്തി മുട്ടകൾക്കുള്ളിൽ മുട്ടയിടും. പിന്നെ കടന്നലിന്റെ മുട്ട വിരിയുമ്പോൾ അത് ചിലന്തി കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച് തിന്നുകളയും. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നതിന് മുന്നേ ഈ ചിലന്തി കടന്നലിനെ പിടികൂടിയതാണ്. ഇതുപോലെ മറ്റൊരു കടന്നലിന്റെ ഫോസിലും 10 കോടി വർഷങ്ങൾ പഴക്കമുള്ള ഒരു ആംബറിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കടന്നലിന്റെ വയറ്റിന്റെ അറ്റത്തിൽ, അതായത് ഏറ്റവും പിൻഭാഗത്തിൽ വീനസ് ഫ്ലൈട്രാപ്പിനെ പോലത്തെ ഒരു ഘടനയുണ്ട്. രൂപത്തിൽ മാത്രമല്ല പ്രവർത്തനത്തിലും അത് ഏകദേശം വീനസ് ഫ്ലൈട്രാപ്പിനെ പോലെ ആയിരുന്നു. എന്നുവെച്ചാൽ കടന്നൽ ഈ ഘടന തുറന്നു വെച്ചിരിക്കും. ഘടനയിൽ നിറയെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചെറിയ രോമങ്ങളുണ്ട്. അതുവഴി വരുന്ന ഏതെങ്കിലും പ്രാണികൾ അബദ്ധത്തിൽ ഈ രോമങ്ങളിൽ തൊട്ടാൽ ഉടൻ തന്നെ ഈ ഘടന അടയും. അപ്പോഴാ പ്രാണി ഘടനയ്ക്കുള്ളിൽ കുടുങ്ങിയിരിക്കുകയും ചെയ്യും. ശരിക്കും ആഹാരത്തിന് വേണ്ടി മാത്രമല്ല ഇവ ഇങ്ങനെ ഇരകളെ പിടിക്കുന്നത്, മറിച്ച് ചില സമയങ്ങളിൽ ഇരകൾക്കുള്ളിൽ മുട്ടയിട്ട ശേഷം ഇരയെ വെറുതെ വിടും. ഈ മുട്ട ഇരയുടെ ഉള്ളിൽ കിടന്ന് വിരിയുകയും കടന്നൽ കുഞ്ഞ് അകത്ത് കിടന്ന് ഇരയെ ജീവനോടെ തിന്നുകയും ചെയ്യും. ശരിക്കും വളരെ ഭയാനകമായ ഒരു രീതി തന്നെയാണിത്. പക്ഷെ ഇതിനേക്കാൾ ഭയാനകമായ മറ്റൊരു ജീവിയുടെ ഫോസിൽ 20 കോടി വർഷങ്ങൾ പഴക്കമുള്ള ഒരു ആംബറിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അത് ശരിക്കും ഈച്ച പോലത്തെ ഒരു പ്രാണിവർഗത്തിന്റെ ഫോസിലായിരുന്നു. ഇതിനെ ഭയാനകമാക്കുന്നത് ഇതിന്റെ വായിൽ കണ്ട ഒരു കൂട്ടം ബാക്ടീരിയകളാണ്. ഈ ബാക്ടീരിയ ബ്ലാക്ക് പ്ലേഗ് വരുത്തുന്ന ബാക്ടീരിയകൾക്ക് സമാനമാണ്. ഓർക്കുക, കോടിക്കണക്കിന് പേരാണ് ബ്ലാക്ക് പ്ലേഗ് കാരണം 14-ാം നൂറ്റാണ്ടിൽ കൊല്ലപ്പെട്ടത്. ഇത്രയും മാരകമായ ബാക്ടീരിയകൾ 20 കോടി വർഷങ്ങൾക്ക് മുൻപുമുണ്ടായിരുന്നു എന്നത് വളരെ ഭയാനകമാണ്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ മനുഷ്യരെ കൊന്നൊടുക്കിയതുപോലെ ഈ ബാക്ടീരിയകൾ പുരാതന കാലത്തിൽ നമ്മുടെ പൂർവികരെയും ദിനോസറുകളെയും മറ്റ് ജീവിവർഗങ്ങളെയും ഒക്കെ കൊന്നൊടുക്കിയിട്ടുണ്ടാകും. ചിലപ്പോൾ പല ജീവിവർഗങ്ങൾക്കും ഇവ കാരണം പൂർണ്ണമായ വംശനാശം തന്നെ സംഭവിച്ചിട്ടുണ്ടാകും. ചെറിയ സൂക്ഷ്മ ജീവികൾ പോലും എത്രത്തോളം മാരകമാണെന്ന വസ്തുതയാണ് ഈ ആംബറിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ മാരകമായ ജീവികൾക്ക് പുറമെ വിചിത്രമായ ഏലിയൻസിനെ പോലെ തോന്നിക്കുന്ന ജീവികളെയും ആംബറിനുള്ളിൽ നിന്നും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനൊരുത്തമ ഉദാഹരണമാണ് 2017 കണ്ടെത്തിയ 10 കോടി വർഷങ്ങൾ പഴക്കമുള്ള ഒരു ആംബർ. ഈ ആംബറിനുള്ളിൽ വിചിത്രമായ ഒരു പ്രാണിയുണ്ട്. ഇതിന് ഏതാനും ചില മില്ലിമീറ്റേഴ്സിന്റെ വലിപ്പമേ ഉള്ളൂ. പെട്ടെന്ന് കാണുമ്പോൾ ഇത് ഏതോ ഒരു പുരാതന വർഗം ഉറുമ്പാണെന്ന് തോന്നും. എന്നാൽ ഇത് ശരിക്കും ഉറുമ്പ് വർഗമല്ല. ഇതിന്റെ തലയ്ക്ക് ഏകദേശം കൃത്യമായ ട്രയാങ്കിൾ ആകൃതിയാണ്. ചില ഉറുമ്പുകളുടെ തലയ്ക്കും ഏതാണ്ട് ട്രയാങ്കിൾ ആകൃതിയുണ്ട്. പക്ഷെ അതൊന്നും ഇത്രത്തോളം കൃത്യമായ ട്രയാങ്കിൾ അല്ല. അതുമാത്രമല്ല, ഈ പ്രാണിയിൽ ട്രയാങ്കിളിന്റെ ഒരു അറ്റമാണ് കഴുത്തുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത്. അത് തികച്ചും അപൂർവമാണ്. അപൂർവമെന്ന് വെച്ചാൽ ഇങ്ങനൊരു ആകൃതി വേറെ ഒരു ജീവിവർഗത്തിലും കണ്ടിട്ടില്ല. പിന്നെ ഇതിന്റെ ശരീരവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇതിന്റെ കണ്ണുകൾക്ക് അസാമാന്യമായ വലിപ്പമുണ്ട്. പ്രത്യക്ഷത്തിൽ 2 ബൾബുകൾ എടുത്ത് തലയിൽ ഘടിപ്പിച്ചതാണെന്ന് തോന്നും. അതുപോലെ ഇതിന്റെ കാലുകൾക്കും കഴുത്തിനും അസാമാന്യമായ നീളമുണ്ട്. ആകെ മൊത്തത്തിൽ വളരെ വിചിത്രമായ ഒരു ഏലിയന്റെ രൂപം തോന്നിക്കുന്ന ജീവി. എത്രത്തോളം വിചിത്രമാണെന്നാൽ ഭൂമിയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇത്തരം ഒരു ജീവിയെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞർ ഇതിനെ പുതിയൊരു വർഗം ജീവിയായിട്ടാണ് പരിഗണിക്കുന്നത്. ഈ വർഗത്തിൽ ആകെ ഈ ഒരൊറ്റ ജീവി മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഏലിയനെ പോലെ തോന്നിക്കുന്ന മറ്റൊരു പ്രാണിയെയും 2017 തന്നെ ആംബറിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ഇതിനും ഏതാണ്ട് 10 കോടി വർഷങ്ങളാണ് പഴക്കം. ഇത് ശരിക്കും ഒരു പുരാതനകാല ഉറുമ്പ് വർഗമാണ്. ഇതിന്റെ വിചിത്രമായ തലയും വേട്ടയാടുന്ന രീതിയുമാണ് ഈ ഉറുമ്പുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ ഉറുമ്പുകൾ ഇരകളെ പിടിച്ച് കടിച്ചു മുറിച്ചാണ് തിന്നുന്നത്. ഇവയുടെ വായാണെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടാണ് ചലിക്കുന്നത്. പക്ഷെ ഈ ഏലിയൻ ഉറുമ്പിന്റെ വാ ചലിക്കുന്നത് വെർട്ടിക്കലായിട്ടാണ്. മുകൾ ഭാഗത്തിൽ കൊമ്പ് പോലത്തെ ഒരു നിവർന്ന ഘടനയുണ്ട്. അതുപോലെ താഴെയും വളഞ്ഞ കൊമ്പ് പോലത്തെ ഒരു ഘടനയുണ്ട്. താഴത്തെ കൊമ്പ് ഉപയോഗിച്ച് വളരെ ശക്തമായിട്ട് ഇരയെ മുകളിലേക്ക് കുത്തി ഉയർത്തും. മുകളിലത്തെ കൊമ്പ് കാരണം ഇര രക്ഷപ്പെടാൻ പറ്റാതെ അവിടെ കുടുങ്ങിയിരിക്കും. ആ സമയം ഉറുമ്പ് കൊമ്പുകളിലെ സുഷിരങ്ങൾ ഉപയോഗിച്ച് ഇരയുടെ ശരീരത്തിൽ നിന്നും രക്തം ഊറ്റിയെടുക്കും. ഇങ്ങനെയാണ് ഇവ വേട്ടയാടുന്നത്. പുരാതനകാല ജീവികളുടെ അതിജീവനത്തിന്റെയും ഭീകരതയുടെയും അത്ഭുതങ്ങളുടെയും ഒക്കെ കഥകൾ സൂക്ഷിക്കുന്ന ഉറവിടങ്ങളാണ് ആംബർ. തൂവലുള്ള ദിനോസറുകൾ മുതൽ ഏലിയൻ പ്രാണികൾ വരെ ഓരോ ഫോസിലും ഭൂമിയുടെ ജീവന്റെ ചരിത്രത്തിലേക്കുള്ള ജനാലയാണ്. ഈ ജനാലകൾ നമുക്ക് തുറന്നു തരാൻ സഹായിക്കുന്നതാണ് ആംബർ എന്ന സ്വർണ്ണ കലവറകൾ. ഓരോ ആംബർ ഫോസിലും ഭൂമിയുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള അമൂല്യമായ ഒരു ഓർമ്മക്കുറിപ്പാണ്. ഈ ലോകം എത്രമാത്രം വിചിത്രവും മനോഹരവുമായിരുന്നു എന്നതിന്റെ തെളിവുകൾ ഇനിയും ഇതുപോലെ ഒരുപാട് ആംബറുകളിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരിക്കും.